നമസ്കാരം. നിലപാടെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ വിളമ്പി വെക്കുന്ന വാർത്തകളുടെ വിഭവങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ് എന്ന് പലപ്പോഴും നാം സംശയിച്ച് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. ഞങ്ങൾ പറയുന്നത് സത്യമാണ് സത്യമാണ് എന്ന് നിരവധി തവണ ഗീബൽസിനെ പോലെ വിളിച്ചു കൂവുമ്പോഴും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉരുത്തിരിയുന്ന ചില സ്വാർത്ഥ ശക്തികളുടെ, ചില സ്വാർത്ഥ മോഹങ്ങളുടെ എല്ലാം പിന്നാമ്പുറ കഥകൾ നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ മെയിൻ സ്ട്രീം ചാനലിന്റെ തന്നെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സഭയ്ക്കെതിരെ നിരവധി ആക്രമണങ്ങൾ ഇത്തരത്തിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ചില രാഷ്ട്രീയ പാർട്ടികളുടെ, ചില പണം മുടക്കുന്ന ശക്തികളുടെ, ചില അധിനിവേശ ശക്തികളുടെ, ചില പരസ്യക്കാരുടെ എല്ലാം പിണിയാളുകളായി ചാനലുകൾ പ്രവർത്തിക്കുകയും അവർക്ക് അനുകൂലമായി വാർത്തകൾ സൃഷ്ടിക്കുകയും ആ വാർത്തകൾ ആവർത്തിച്ച് ജനങ്ങൾക്കിടയിലേക്ക് കുത്തിവെക്കുകയും ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക അന്തരീക്ഷം ചില ആളുകൾക്ക് വേണ്ടി, ചില ശക്തികൾക്ക് വേണ്ടി, ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മലയാള നാട്ടിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ റോബിൻ, എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജോർജ്, സണ്ണി. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ മാധ്യമ മേഖലയിൽ ചില ട്രെൻഡിങ് സ്റ്റോറികൾക്ക് വേണ്ടി ചില സ്റ്റോറികളെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്യുകയും അതിനു പുറകെ മാധ്യമങ്ങൾ പോവുകയും ചില എന്നാൽ പ്രധാനപ്പെട്ട പല വാർത്തകളും തമസ്കരിക്കപ്പെടുകയും ആ രീതിയിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ മലയാളത്തിലെ മാധ്യമ മേഖലയിൽ മാധ്യമ വാർത്തകൾക്ക് പുറകെ ശരിയായുള്ള വാർത്തകൾ കൊടുക്കുന്നതിന് പകരം പലപ്പോഴും ട്രെൻഡിങ്ങിന് വേണ്ടി, മാധ്യമങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയെല്ലാം ചില വാർത്തകളെ ബൂസ്റ്റപ്പ് ചെയ്യുക, അങ്ങനെ ഒരു പ്രത്യേക ട്രെൻഡിലേക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുന്ന ഒരു അവസ്ഥയില്ല ശരിക്കും? യഥാർത്ഥത്തിൽ ഈ മാധ്യമ രംഗം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒരു 2 നൂറ്റാണ്ടിന് ശേഷം വളരെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളാണ്. അത് പല രീതിയിലുണ്ട്. ഒന്ന്, സാങ്കേതികമായി ഒട്ടേറെ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ മൂലധന നിക്ഷേപം, ആ രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമരംഗത്ത് ഒരു പ്രത്യേക താല്പര്യവുമായിട്ട് വന്ന പല മൂലധനം ഇറക്കിയിരുന്ന ആളുകളായിരുന്നു രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്നാകട്ടെ പല താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾക്ക് വഴിമാറി പുതിയ പുതിയ താല്പര്യങ്ങളാണ്. അതിനകത്ത് കച്ചവട താല്പര്യങ്ങളുണ്ട്. അതൊരു ഇൻഡസ്ട്രി പോലെ കണക്കാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ റേറ്റിങ്ങിൻ്റെ പുറകിലാണ് മിക്കവാറും ഇപ്പോൾ ചാനലുകളാണെങ്കിൽ റേറ്റിംഗ് ആണെങ്കിലും ഈ അച്ചടി പ്രിന്റ് മാധ്യമങ്ങളും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കെല്ലാം നിലനിൽപ്പ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതിൻ്റെ സബ്ജക്റ്റുകൾ, മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ, അതുപോലെ ഏതൊക്കെ രീതികളിലാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, തമസ്കരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു 27ഓളം കുടുംബങ്ങളാണ് ഇന്ത്യയിൽ 90% മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. അതായത് അവിടെ ഒരു സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 27ഓളം കുടുംബങ്ങളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പം പ്രത്യേക താല്പര്യങ്ങളോടെ മൂലധനം ഇറക്കുന്ന ചില ഏരിയ അല്ലെങ്കിൽ ചില കുടുംബങ്ങളോ അല്ലെങ്കിൽ ചില താല്പര്യങ്ങളുടെ പുറകിലേക്ക് മാധ്യമങ്ങൾ ഒരു വഴിമാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റുകൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലം കേരളത്തിലും നടന്നിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ ആദ്യകാലങ്ങളിൽ കണ്ട മാധ്യമങ്ങളിൽ നിന്ന് ഒരുപാട് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വർധനവിനിടയിൽ വന്നുപറ്റിയ പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും പരസ്യ ഇനത്തിലാണ് ഇവർക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഈ പരസ്യം നേടാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിൽ പല കാര്യങ്ങളും പല സമയങ്ങളിലും വിട്ടുപോകുന്നൊരു സാഹചര്യം നിലവിൽ കാണാനുണ്ട്. ആദ്യകാലങ്ങളിൽ വാർത്തയെ കൊടുക്കാനായി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു പരസ്യം വാങ്ങിയിരുന്നത്. ഇപ്പോൾ പരസ്യം കിട്ടാൻ വേണ്ടി കൂടെ വാർത്ത ചേർക്കുന്ന അവസ്ഥ, പരസ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. വാർത്തയല്ല പ്രാധാന്യം, പരസ്യം കിട്ടണം, വരുമാനം വരണം എന്നുള്ള ഒരു ടെൻഡൻസിയിലേക്ക് കടന്നപ്പോൾ വാർത്തകൾ അതിനനുസരിച്ച് വേഷം മാറി വരുന്ന ഒരു സാഹചര്യം കടന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയകൾക്കാണെങ്കിലും പ്രിന്റ് മീഡിയയ്ക്കാണെങ്കിലും ആ സ്വാധീനം വന്നിട്ടുണ്ട്. ആ ഒരു സ്വാധീനം വിലയിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യം ആയിട്ടുണ്ട്.
അപ്പം ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ മാധ്യമങ്ങളുടെ പല മാറ്റങ്ങളെയും കാണാൻ എന്ന് വേണം നമുക്ക് കരുതാൻ. അല്ലെ, എനിക്ക് പലപ്പോഴും ഈ മാധ്യമങ്ങളുടെ ഈ രീതികളെ കുറിച്ച് തോന്നിയപ്പോൾ എനിക്ക് ഇത് വിലയിരുത്തിയപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ തുടർന്നു വന്നിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പാറ്റേൺ ഈ അടുത്ത കാലത്ത് മാറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ പരിശോധിക്കേണ്ടത്, യൂട്യൂബ് അടക്കമുള്ള ചാനലുകളുടെ ഇപ്പോൾ ഇന്റർനെറ്റ് വഴിയുള്ള ചാനലുകളുടെ ഒരു കടന്നുകയറ്റം, അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതിൻ്റെ ഒരു സ്വഭാവം, ഒരു സ്റ്റോറി എടുക്കുക, അതിനെ ട്രെൻഡിങ് ആക്കുക, വൈറലാക്കുക, നമ്മൾ പറയുന്നത് വൈറലാക്കുന്നു. ഇതേ പാറ്റേൺ തന്നെ നമ്മുടെ ഇവിടെ ഈ അടുത്ത കാലത്ത് ചാനലുകളിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു സത്യമാണ് എന്നുള്ളത് പലപ്പോഴായിട്ട് പലരും വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് നമ്മൾ ശരിക്കും ഈ കടന്നുവരവിനെ നമ്മൾ ശരിക്കും ഒരു മാറ്റമായിട്ട് തന്നെ കണക്കാണ്. കാരണം ഈ യൂട്യൂബ് ഒന്നും ഇനി നമുക്ക് ഈ വന്ന മാറ്റങ്ങൾ ഇനി ഒരിക്കലും മാറും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പത്രങ്ങളുണ്ടായിരുന്നു, പത്രങ്ങളിലേക്ക് ചാനലുകൾ കടന്നു വന്നു, ചാനലുകളിൽ കാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ആ കാലങ്ങളായിട്ടുള്ള മാറ്റങ്ങളായിട്ട് ഇപ്പൊ ആ പാറ്റേണിൽ തുടർന്നു കൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലുകളുടെ വരവായി. പല സ്റ്റോറികളും പലരും ഒന്നുമില്ലാത്ത ആളുകൾ എടുക്കുന്നു, അവരത് വൈറലാക്കുന്നു. പലപ്പോഴും ചാനലുകളെക്കാൾ കൂടുതലായിട്ട് വ്യൂവേഴ്സ് ഈ യൂട്യൂബ് ചാനലുകൾക്ക് ലഭിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഇവിടുത്തെ ചാനലുകൾ മാറാതിരിക്കില്ല എന്നുള്ളത് ഒരു യഥാർത്ഥ വസ്തുതയാണ്. അപ്പോൾ ചാനലുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ ട്രെൻഡിങ് സ്റ്റോറികളിലേക്ക് മാറുകയും ഇതുപോലെ സ്റ്റോറികളെ വൈറലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇങ്ങനെയുള്ള ഈ നവമാധ്യമങ്ങളുടെ കടന്നുവരവും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയല്ലേ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ? നവമാധ്യമങ്ങളുടെ ഒരു കടന്നുവരവല്ല, മലയാളികളുടെ ഒരു മൈൻഡ് മാറി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അത് പ്രത്യേകിച്ച് ചാനലിൽ മാത്രമല്ല. ഇപ്പോൾ സിനിമയെന്ന് എടുത്തു നോക്കൂ, മുമ്പുണ്ടായിരുന്ന ഒരു സിനിമയാണോ ഇപ്പോൾ കേരളത്തിലെ മലയാള സിനിമ എന്ന് പറയുന്നത്? തുടക്കം തൊട്ട് വലിയ അക്രമങ്ങൾ, വെടിവെപ്പ്, അതുപോലെ തന്നെ ഒരു ക്രിമിനൽ ഒരു പശ്ചാത്തലമായിരിക്കും ആ സിനിമയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ആ സിനിമയായിരിക്കും ഏറ്റവും സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ഒരു സിനിമയുടെ ഒരു പാറ്റേൺ ആണോ ഉള്ളത്. അതുപോലെ പത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ചാനലിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ക്രമാതീതമായ ഒരു കാലഘട്ടത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു മാറ്റം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതല്ലാതെ ഒരു പുതിയൊരു മാറ്റം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പ്രസൻറ്റേഷൻ്റെ കാര്യത്തിനകത്ത്, വാർത്തയുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിനകത്തൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ മലയാളികളുടെ ഒരു മനസ്സ് മാറിയതിൻ്റെ ഒരു ചിത്രം കൂടിയാണത്. നമുക്കറിയാം, ഇന്നലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഒരു ചേർത്തലയിലെ ഒരു വയോധികയായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു അമ്മച്ചിയെ കൊന്നു കുഴിച്ചു മൂടി. മലയാളികൾ എന്തോരം ആളുകളാണ് അതിങ്ങനെ കാണാൻ വേണ്ടി അവിടെ പോയി നിൽക്കുന്നു. അത് മുഴുവൻ മൊബൈലിൽ പകർത്തുന്നു, അത് മുഴുവൻ ഓൺലൈനിലേക്ക് അവർ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മുമ്പൊക്കെയാണെങ്കിൽ അങ്ങനത്തെ ഒരു പശ്ചാത്തലമൊന്നും ആളുകൾ അങ്ങനെ പോയി നിൽക്കുകയോ അതൊന്നും കാണാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പം പൊതുവെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകളാണ് കാണേണ്ടത്. ആദ്യം ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ഇപ്പം മാധ്യമങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വാർത്തയാണ്. അത് നന്നായി സെയിൽ ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനേജ്മെന്റിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇപ്പോൾ പഴയ രീതിയിലൊന്നും ഒരു മാധ്യമം നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് നല്ല മുടക്കുമ്പോൾ ഈ കോർപ്പറേറ്റുകൾ സ്വാഭാവികമായും ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കും. അതെങ്ങനെയായിരിക്കും? അവർക്ക് വരുമാനം വേണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ അവർക്ക് രാഷ്ട്രീയപരമായിട്ടും ഭരണപരമായിട്ടും ഒക്കെ സ്വാധീനം ചെലുത്തണം. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ നിലനിന്ന് പോകണം. അതിന് ഒരു ദിവസേന നല്ല മുതൽ മുടക്കുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ നന്നായി അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ തുടർച്ചയായിട്ടുള്ള ലൈവും കാര്യങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ 1985 ജനുവരി 1 ദൂരദർശൻ തുടങ്ങുന്നത്. അന്ന് ദൂരദർശനകത്ത് എന്താ? കാർഷിക രംഗം, ആരോഗ്യരംഗം എന്നൊക്കെ പറഞ്ഞുള്ള ഒരേ പ്രോഗ്രാമുകളായിരുന്നു. ഈ പ്രോഗ്രാം ഇന്ന് ഈ പറയുന്ന ഈ ചാനലുകൾ നടത്തിക്കൊണ്ടിരുന്ന ആരെങ്കിലും കാണാനുണ്ടാകുമോ? മറിച്ച് നമുക്കറിയാം, അടുത്തയിടെ തിരുവനന്തപുരത്ത് ഒരു കാനയിൽ അവിടുത്തെ ശുചീകരണ തൊഴിലാളി പോയി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4 ദിവസമാണ് ലൈവ് നടത്തിയത്. ഈ 4 ദിവസവും നല്ല വ്യൂവേഴ്സ് ഉണ്ടായി. അതിന് പകരം ഈ ചാനലുകാർ കാർഷിക രംഗം കാണിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും അതിനകത്ത് കാണാനുണ്ടാവുമോ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധനം, അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ചാനലിനെ സംബന്ധിച്ചോളം അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ന്യൂസാണ്. അവരത് നന്നായി സെയിൽ ചെയ്യുന്നു, അത് കാണാൻ ആളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതേ പാറ്റേൺ തന്നെ അവർ പിന്തുടരും. അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു മാറ്റം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതല്ലാണ്ട് ഒരു പുതിയൊരു അടിച്ചേൽപ്പിക്കലോ ഒന്നുമല്ല. നമ്മുടെ സിനിമ മാറിയില്ലേ, പത്രങ്ങൾ മാറിയില്ലേ, ഓൺലൈൻ മാറിയിട്ടില്ലേ, അങ്ങനെ എല്ലാ മാധ്യമങ്ങളും, നാടകം, അങ്ങനെ ഏത് മീഡിയയും നോക്കിയോ ആ മീഡിയ ഒരു 10 വർഷം മുമ്പുള്ള ഒരു മീഡിയ അല്ല ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്നത് ഇതിനേക്കാളും വലിയൊരു മാറ്റമായിരിക്കാം.
അപ്പൊ നമ്മുടെ മനസ്സ് മാറുക എന്നുള്ളതാണ്. മലയാളികളുടെ മനസ്സ് മാറുന്നു. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചാനലുകളും ഒക്കെ അവർ വാർത്ത പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ നൽകുന്നു എന്ന് വേണം നമുക്ക് കാണാൻ കഴിയുക. ഈ ക്രിമിനൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വാർത്തകളൊക്കെ മുമ്പാണെങ്കിൽ ആളുകൾ അങ്ങനെ കാണാനും താല്പര്യമില്ല, അല്ലെങ്കിൽ തന്നെ അങ്ങനെ കാണിക്കുകയും ഉണ്ടായിരുന്നില്ല. ബ്ലറൊക്കെ ചെയ്ത് ഈ ബോഡി പോലും, മൃതദേഹത്തിന്റെ ഒരു ചിത്രം പോലും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വലിയ ഉത്സാഹത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ മലയാളികളുടെ മനസ്സ് മാറി, അവനിങ്ങനത്തെ സാധനങ്ങളൊക്കെ മതി, അപ്പൊ അവരത് കൊടുക്കുന്നു. അതിൽ നമുക്ക് ചാനലുകളെ തെറ്റു പറയാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂവേഴ്സ് ഉണ്ടാകണം. ആ വ്യൂവേഴ്സ് നോക്കുമ്പോൾ എണ്ണം വളരെ കൂടുതലാന്നേ. അവർക്ക് വേറെ എന്ത് സാധനം കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായി. ഈ ദുരന്തങ്ങളും ഇതേപോലെയുള്ള ക്രിമിനൽ സാധനങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇങ്ങനെ മസാല സാധനങ്ങളാണ് മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ റേറ്റിംഗ് കൂടും. അപ്പോൾ ബാർക്കിനകത്ത് ഇവരുടെ TRP റേറ്റിംഗ് വളരെ കുതിച്ചു വരും. ഇവരെല്ലാവരും കാത്തിരിക്കുന്നത് വ്യാഴാഴ്ച ദിവസം രാവിലെ 11 മണിക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ, ഈ ബാർക്കിന്റെ റിപ്പോർട്ട് വരും. TRP റേറ്റ് എത്രയാണ് എന്ന് നമ്മറിയാം. നമ്മുടെ ചാനലിന് എത്രയാണ്, മറ്റവന്റെ ചാനലിന് എത്രയാണ്, മറ്റവന്റെ ചാനലിന് എത്രയാണ് എന്നറിയാൻ വേണ്ടി വ്യാഴാഴ്ച രാവിലെ 11:30 വരെ കാത്തിരിക്കുകയാണ് ഒരാഴ്ചത്തെ റേറ്റിംഗ് അറിയാൻ. ഈ റേറ്റിംഗ് അറിഞ്ഞിട്ട് വേണം അവന്റെ കച്ചവടം നടത്താൻ. അപ്പൊ അവന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് വേണ്ട സാധനം അവൻ കൊടുക്കുന്നു, ചാനലുകാർ കൊടുക്കുന്നു, അവിടെ മനസ്സറിഞ്ഞു ചെയ്യുന്നു എന്നതിനപ്പുറം അല്ല. ഇതിൽ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇപ്പോൾ സണ്ണി പറഞ്ഞ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം അതൊരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാന ഒരു പില്ലറാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ അതൊരു ബിസിനസ് പില്ലറായി മാറുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഈ കാണുന്നത്. അതായത് ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്ന ഒരു പില്ലറിനെ അല്ല നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആരും പ്രതീക്ഷിക്കുന്നു. അല്ല, ഈ ചെരുപ്പ് പലപ്പോഴും ഈ നമ്മൾ ഈ ചാനലുകൾ ജനങ്ങളിലേക്ക് പലപ്പോഴും ഈ മാർക്കറ്റിംഗ് ആണല്ലോ ഇതിന്റെ എല്ലാം പ്രധാനം. മാർക്കറ്റുള്ള സാധനമാണ് വിൽക്കപ്പെടുന്നത്. അപ്പൊ ഈ മാർക്കറ്റുള്ള സാധനം എന്താണ് എന്ന് നോക്കുമ്പോൾ പലപ്പോഴും ട്രെൻഡിങ് ആകുന്നത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ ആ അമ്മച്ചി മരിച്ച സാഹചര്യം ഉണ്ടായി. അവിടെ ചാനലുകാർ പോയിട്ട് മുക്കും മൂലയും ഒപ്പിയെടുക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വല്ല യൂട്യൂബ് ചാനലുകാരനും എടുക്കും, അദ്ദേഹം അത് ഇടും, അത് വൈറലാകും. അപ്പോൾ ആ ഏരിയയും കൂടെ കടന്ന് എടുക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചാനലുകൾ ഇപ്പോൾ മാറി എന്നുള്ള ഒരു വസ്തുത കൂടി അതിൻ്റെ കൂടെ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അതിന് പിന്നാലെ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരു ട്രെൻഡ് വരുന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ഈ വയനാട് ദുരന്തത്തിന് ശേഷമുള്ള ചാനലുകൾ പരിശോധിച്ചാൽ അറിയാം, ഈ ദിവസങ്ങളിൽ പരിശോധിച്ചാൽ എല്ലാം ലൈവിന് പുറകിലാണ് അവർക്ക് താല്പര്യം. അത് ചെറിയൊരു ഇൻസിഡന്റ് ആയിരിക്കാം, പക്ഷെ അതിന് പുറകിൽ മണിക്കൂറുകളോളം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ചാനലുകൾ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അതാണ് ഇപ്പൊ ഈ അടുത്ത നാളുകളിൽ കാണുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അതാണ്. ഇത്തരത്തിലുള്ള ഈ അപകടങ്ങള്, ദുരന്തങ്ങള്, കൊലപാതകങ്ങള് ഒക്കെയാണ് ആളുകൾക്ക് കാണാൻ താല്പര്യം. നമുക്കിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവ് പുഴയിൽ കാണാതായി. എത്ര ദിവസമായിരുന്നു ലൈവ്? ഈ ലൈവിന് മുഴുവൻ നല്ല ആളുണ്ടെന്നേ, നല്ല വ്യൂവർഷിപ്പാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ ആളുണ്ട്. അർജുനെ കാണാതായി. അർജുന്റെ അത് കാണുന്നതിന് വേണ്ടി, പുഴയിലെ തെരച്ചിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കണ്ണ് ചിമ്മാതെ കാത്തു നിൽക്കുകയാണ്. വയനാട് ദുരന്തമുണ്ടായി. ഒരാഴ്ചയല്ല 10-15 ദിവസക്കാലം അതിട്ട് ഓടിക്കുന്ന ഒരു രീതി ഉണ്ടായി ചാനലുകൾ. അതിനുശേഷം ഹേമ റിപ്പോർട്ട് വന്നു. ഹേമ റിപ്പോർട്ടിന്റെ ആ വസ്തുതയൊന്നുമല്ല അവർക്ക് അറിയേണ്ടത്. അതിനകത്ത് ലൈംഗിക താല്പര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ലൈംഗിക കുറ്റകൃത്യങ്ങളും ആരൊക്കെയാണ് അതിനകത്ത് പ്രതികൾ എന്നൊക്കെ അറിയാനാണ് ആളുകൾക്ക് താല്പര്യം. അതിനുശേഷം വീണ്ടും വേറെ വന്നു, മുഖ്യമന്ത്രി അതൊക്കെയായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ വന്നു. നേരെ അത് അങ്ങ് വിസ്മരിച്ചു. പെട്ടെന്ന് ഇതിലേക്ക് വന്നു, പൊളിറ്റിക്സിലേക്ക് വന്നു. കേരളത്തിലൊക്കെ മുമ്പൊക്കെ എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ആയിരുന്നു ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നത്. ആ മൈൻഡ് അങ്ങ് മാറിയിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്കൊക്കെയാണ് ആളുകൾക്ക് താല്പര്യം. അത് സ്വാഭാവികമായിട്ടും ഇതൊരു മനഃപൂർവ്വം ഏതെങ്കിലും വാർത്ത മുക്കുകയോ ഏതെങ്കിലും വാർത്ത പൊക്കിക്കൊണ്ട് വരികയോ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് ഇതിനകത്ത് സംഭവിക്കുന്നത് ഇതാണ്, ആളുകൾക്ക് താല്പര്യം ഇതൊക്കെയാണ്, ആളുകളുടെ മനസ്സ് മാറി എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. മുമ്പൊക്കെ വെച്ചാൽ നമ്മൾ നോക്കി സീരിയലൊക്കെ എന്തായിരുന്നു അവസ്ഥ? സീരിയലിനകത്ത് ചിലപ്പോൾ അമ്മായിയമ്മ പോരൊക്കെ ആയിരുന്നു. ഇപ്പൊ തന്നെ അമ്മായിയമ്മയും മോളും കൂടെ ഒന്നിച്ചുകൊണ്ട് ഭർത്താവിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉള്ളത്. അങ്ങനത്തെ ക്രിമിനൽ വാർത്തകൾ മതി, അല്ലെങ്കിൽ ആ പിക്ചേഴ്സ് മതി. സിനിമയും അങ്ങനെ തന്നെ. സിനിമ എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ മീഡിയം. ആ മീഡിയം തന്നെ എന്താണ് അവസ്ഥ? ഇത് തന്നെ. ഏത് സിനിമയും ഇപ്പൊ ഈ അടുത്ത നാളുകൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമായി ഇറങ്ങുന്ന എല്ലാ സിനിമയും ഇത് തന്നെയാണ്.
ഏത് സിനിമയും നോക്കിയോ തുടക്കം തൊട്ട് അസഭ്യം പറയുക, കൊലപാതകങ്ങള്, അങ്ങനത്തെ വ്യക്തിഹത്യകൾ, അങ്ങനത്തെ അല്ലെങ്കിൽ ദ്വയാർത്ഥത്തിലുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുക. ആ സിനിമയാണ് സൂപ്പർ ഹിറ്റ്. ആ മസാലക്കൂട്ടമാണ് ചാനലുകൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ അതിന് പകരം കാർഷിക രംഗം കാണിച്ചു അല്ലെങ്കിൽ ആരോഗ്യരംഗം കാണിച്ചാൽ അതിന്റെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് വളരെ താഴെയായിരിക്കും. അതാണ് പല ആദ്യം ഇവിടെ പറഞ്ഞ രീതിയിൽ മുമ്പുണ്ടായിരുന്ന മെയിൻ ചാനൽ താഴേട്ട് പോകാനുള്ള ഒരു കാരണവും അവർ കുറച്ചെങ്കിലും ആ മാധ്യമത്തിന്റെ ഒരു സംസ്കാരം നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. ഒരു മാധ്യമം എങ്ങനെയായിരിക്കണമെന്ന് ആ ചാനൽ ആദ്യം ഇവിടെ പറഞ്ഞ ആയിരുന്നു എന്ന് പറയുന്ന ചാനൽ എക്കാലത്തും ആ ഒരു മാധ്യമ ധർമ്മം കാത്തു സൂക്ഷിക്കാൻ. അപ്പൊ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ലൈവിന് ഇത്രയും ദിവസങ്ങൾ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ കുറെ ദിവസങ്ങൾ ലൈവിന് വേണ്ടി മാറ്റിവെക്കുന്നു. പക്ഷെ ഈ സമയങ്ങളിൽ പലപ്പോഴും മറ്റു പല വാർത്തകളും ഉണ്ടാകുന്നുണ്ട്. ആ വാർത്തകളെല്ലാം പക്ഷെ ഈ ലൈവിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോവുകയും ജനങ്ങൾ അറിയാതെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥകളിലേക്ക് പലപ്പോഴും മാറുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് വിളമ്പുന്ന ഒരു മാധ്യമം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോവുകയാണെങ്കിൽ മാധ്യമധർമ്മം അവിടെ അവസാനിക്കുകയാണ്, അവിടെ മരിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾ കാവൽ നായ്ക്കളെന്നും ഫോർത്ത് എസ്റ്റേറ്റ് എന്നും വിളിക്കപ്പെടുന്ന ആ റോള് പ്ലേ ചെയ്യുന്നതാണ് മാധ്യമങ്ങളായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ എന്നുള്ള ഒരു സംവിധാനവും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ മാധ്യമങ്ങളെ കാണുന്നത്. ഒരു മാധ്യമം എന്നുള്ളതിന് വിട്ട് വിവരങ്ങൾ അറിയാനും അതൊരു എൻ്റർടൈൻമെൻറ്റായി മാറ്റി ആ രീതിയിലേക്കുള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് പല മാധ്യമങ്ങളും ഇത് അവതരിപ്പിക്കുന്നത്. പല ആളുകളുടെ ദുർബല മനസ്സിലായിട്ടുള്ള ആളുകളെ അവരുടെ സ്വഭാവങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ വളരുന്നത് അപകടകരമായ അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ട സമയമായിട്ടുണ്ട്. ഈ രീതിയിൽ മാധ്യമങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിനോ അല്ലെങ്കിൽ ഒരു പൊതു നന്മയ്ക്കോ യാതൊന്നും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വേണം കരുതാൻ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിലേക്ക് ഒരു പ്രൊഡക്റ്റീവായുള്ള രീതിയിൽ ഈ മാധ്യമങ്ങളെ നയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മണിക്കൂറുകളോളം ലൈവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാം ഈ ടെലിവിഷൻ ചാനലിലൊക്കെ ആണെങ്കിൽ ടൈം സെല്ലിംഗ് ആണ്. ഓരോ സെക്കൻഡിനും വളരെ വിലയുണ്ട്. അത് അഡ്വർടൈസിങ് ഏജൻസികൾക്കും അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഓരോ 10 സെക്കൻഡിനും 10,000 കണക്കിന് രൂപയാണ് അവരിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പൊ ഇത്തരം ടൈം, വളരെ വിലയേറിയ ഈ ടൈം ഏതൊക്കെ രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് വിലയിരുത്തേണ്ട സാഹചര്യമാണ്. ശരിക്കും അവിടെ ഒരു മാധ്യമ സംസ്കാരം മാറി, അതുപോലെ മാധ്യമ ധർമ്മം ശരിക്കും നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു മാധ്യമ ധർമ്മം ഇല്ലാതായി എന്നതാണ് വസ്തുത. അതാണ് ഇതിനകത്തൊക്കെ ബാധിച്ചിരിക്കുന്നത്. അതിപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ആ മാറ്റങ്ങൾ മാധ്യമരംഗത്തും ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പുഴുക്കുത്ത് ഈ മാധ്യമരംഗത്തും ഉണ്ട്. അതല്ലാതെ അതിപ്പോ നമ്മൾ സമൂഹം എന്ന് പറയുമ്പോൾ മാധ്യമത്തെ മാത്രം മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. അത് നമ്മുടെ ജുഡീഷ്യറിക്കകത്തുണ്ട്, മാധ്യമരംഗത്തുണ്ട്, അത് ലെജിസ്ലേച്ചറിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മാറ്റമാണ് ശരിക്കും പറഞ്ഞ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവന് നിലനിൽപ്പാണ് പ്രശ്നം, അവന് അതിജീവനാണ് പ്രശ്നം. ഇതല്ലാതെ നമ്മൾ സത്യവും ധർമ്മവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സാധനം ചിലപ്പോൾ അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും. ഇത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവനെ സംബന്ധിച്ചോളം അത് നിലനിന്ന് പോകണം. ആദ്യം ഇവിടെ പറഞ്ഞ രീതി തന്നെ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. നിരവധി കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് ജീവിക്കണം. അതുപോലെ തന്നെ അവന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിന്റെ പ്രോഫിറ്റ് തിരിച്ചു കിട്ടണം. അപ്പൊ ഇതെല്ലാം നോക്കിയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് നല്ല വ്യൂവർഷിപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ വ്യൂവർഷിപ്പിന് എന്ത് വേണം? ഇത്തരത്തിലുള്ള ഈ തട്ടിക്കൂട്ട് സാധനങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം അവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ജനങ്ങളുടെ മനസ്സാണ് ഇതിനകത്ത് മാറേണ്ടത് എന്ന് ഞാൻ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഈ സെല്ല് ചെയ്യുന്ന ഇപ്പോൾ വാർത്ത സെല്ല് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഈ റൂബർട്ട് മർഡോക്ക് അദ്ദേഹമായിരുന്നു ലോകത്തെ മാധ്യമത്തെ മുഴുവൻ അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു. ആ ഒരു സമയത്ത് പലപ്പോഴും അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ എടുക്കുകയാണെങ്കിലും എത്രണ്ണമുണ്ട്, ലാഭത്തിലോടുന്ന വളരെ ചുരുക്കമാണ്. പക്ഷേ പലപ്പോഴും ചില അജണ്ടകൾക്ക് വേണ്ടി മാധ്യമങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ വെച്ച് സമൂഹത്തിലെ ചില തത്വങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാകാം, മതപരമായ, അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടോ ഇതിന്റെ പിന്നിൽ? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ 27ഓളം കുടുംബങ്ങളാണെന്ന് പറഞ്ഞു. ഈ കുടുംബങ്ങൾക്ക് പല ആറ്റിറ്റ്യൂഡുകളാണ്. ചില ആളുകൾക്ക് അതിനൊരു സാമ്പത്തിക താല്പര്യങ്ങളായിരിക്കാം, ചില ആളുകൾക്ക് അവരുടെ ചില കഴിവുകൾ അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ തലങ്ങളിലോ അല്ലെങ്കിൽ
സർക്കാർ തലങ്ങളിലൊക്കെ സമ്മർദ്ദങ്ങൾ ചെലുത്താനുള്ള ശക്തിയായിട്ട് മാറുക എന്നുള്ളതും കൂടി അവരുടെ കയ്യിലുണ്ടായിരിക്കാം. അപ്പൊ അത്തരം അജണ്ടകൾ അതിനകത്ത് ഉണ്ടായിരിക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദാനി ഗ്രൂപ്പ് പോലുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുടെ മീഡിയകളുണ്ട്. അവര് മീഡിയ കൊണ്ടുപോകുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗം മാത്രമായി കാണാനാവില്ല. ഒരുപക്ഷെ ചില സ്വാധീനങ്ങൾ ചെലുത്താനായിട്ട്, പൊളിറ്റിക്കൽ തലങ്ങളിലുള്ള സ്വാധീനം ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിരിക്കാം. അപ്പൊ അത്തരം കാര്യം അത് നിഷേധിക്കാനാവില്ല. എല്ലാ രീതിയിലുള്ള ആളുകളും ഈ രംഗത്ത് കടന്നു വരുന്നുണ്ട്. അത് ഈ അടുത്ത ആളുകൾ നമുക്കറിയാം, ഒരു 8-10 വർഷത്തിനിടയ്ക്ക് ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിച്ചാൽ നന്നായിട്ട് അറിയാൻ കഴിയും. ദേശീയ രാഷ്ട്രീയത്തെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് മാധ്യമങ്ങൾ എല്ലാം സ്വീകരിച്ചത്, അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം വളരെ അപൂർവമായിട്ട് 1-2 NDTV അടക്കമുള്ള അങ്ങനെ ചില ചാനലുകൾ മാത്രമാണ് ദേശീയ രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും ആ സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ഇടയായിട്ടുള്ളത്. ആ NDTV വരെ പിന്നീട് ഈ പറയുന്ന അദാനി ഗ്രൂപ്പ് വളഞ്ഞ വഴിയിൽ കൂടി വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു സർക്കാർ, കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ, താല്പര്യപ്പെടുന്നില്ല. ആ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിനകത്താണ് പ്രത്യേകിച്ച് കൂടുതൽ. കാരണം ദേശീയ രാഷ്ട്രീയത്തിലാണ് ഈ പറഞ്ഞ ആദ്യം സൂചിപ്പിച്ച വലിയ വലിയ കോർപ്പറേറ്റുകൾ അടക്കി വാഴുന്നത് ദേശീയ രാഷ്ട്രീയമാണ്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വലിയ സ്വാധീനമാണ് ഈ മീഡിയ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ മാത്രം കൊടുക്കുകയും അവർക്ക് താല്പര്യമില്ലാത്ത വാർത്തകളൊക്കെ തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ മീഡിയയൊക്കെ വെച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ 4th പില്ലർ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ പലർക്കും പല അജണ്ടകൾ ഉണ്ടാകാം. പലപ്പോഴും പണം മുടക്കുന്നവർക്ക് പണം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. പണം തിരിച്ചു കിട്ടാൻ പാകത്തിൽ വാർത്തകൾ ചെയ്യുക എന്നുള്ളതും അതിന്റെ രീതികൾ മാറ്റുക എന്നുള്ളതും എല്ലാം അത്യാവശ്യമായ സംഗതികൾ തന്നെയാണ്. പക്ഷേ ഇതിനിടയിൽ സത്യത്തെ ഇല്ലായ്മ ചെയ്യാനും സത്യത്തെ വളച്ചൊടിക്കാനും ജനങ്ങളിൽ എത്തേണ്ട കാര്യങ്ങൾ അവരുടെ അരികിലേക്ക് എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ജനാധിപത്യ വിരുദ്ധവും ദേശവിരുദ്ധവുമായ കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും സത്യങ്ങൾ ഞങ്ങൾ പറയുന്നു എന്ന് പറയുകയും സത്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു വലിയ കുറ്റം തന്നെയാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ, ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത്, മാധ്യമങ്ങൾ അവരുടെ ധർമ്മം കൃത്യമായി പാലിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.